കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കായംകുളം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കായംകുളം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ കൂട്ടായ്മ ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നതിന് പുറത്തു നിന്നുള്ള അമുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് പോകുന്നതിനുള്ള നിയമം, നമ്മുടെ വഖഫ് സ്വത്തുക്കൾ ഗവൺമെന്റ് തലത്തിൽ കളക്ടറെ ഏൽപ്പിക്കുന്ന നിയമം, ഇത്തരത്തിലുള്ള വളരെ മോശമായ പ്രവർത്തനങ്ങൾ, മോശമായ നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ പരിക്കേൽപ്പിക്കാൻ തക്ക രീതിയിൽ സംഘപരിവാർ ശക്തികളുടെ തീരുമാനങ്ങൾക്ക് BJP സർക്കാർ കൂട്ടുനിൽക്കുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം നടത്തുന്നത്. എല്ലാ ഇതിൽ പങ്കെടുത്ത ആളുകൾക്കും നമ്മുടെ കൗമിലുള്ള മുഴുവൻ മുസ്ലിം സമുദായ അംഗങ്ങൾക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വഖഫ് നിയമ ഭേദഗതി കരിനിയമമാണെന്നും സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതും ന്യൂനപക്ഷ സമുദായങ്ങളെ പീഡിപ്പിക്കുന്നതുമായ നയത്തിന്റെ ഭാഗമാണെന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മൊദരീസ് നിസാമുദ്ദീൻ ഫാളിരി, ഇമാം ഉനൈസ് അസരി, നിസാർ JK, സലിം പണ്ടാരത്ത് പറമ്പിൽ, അൻസാരി കോയിക്കലേത്ത്, റിയാസ് ഒഴുക്കുനീറ്റിൽ, സമീർ, മൻസൂർ, ഹസൻ കുഞ്ഞ്, സുധീർ ഫസാന, മുഹമ്മദ് കുഞ്ഞ്, മജീദ് വാഴക്കടയിൽ, ഷൗക്കത്ത് തെക്കടത്ത്, VK ഖാലിദ് എന്നിവർ സംസാരിച്ചു. മാസ്റ്റർ ഹോഷൻ പറഞ്ഞതുപോലെ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷനാണ്. ആ മെറ്റീരിയൽ ഫൗണ്ടേഷന് എതിരെ രാജ്യത്ത് ഫാഷിസത്തിൻ്റെ കറുത്ത കരങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് വർഷാന്തരങ്ങൾക്കിടയിൽ ഒരുപാട് തവണ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളും വന്നിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഈ വഖഫിൻ്റെ ഒരു മൂല ഇതിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഉള്ള ഒരു ഇടപെടൽ വരുന്നത്. 2025 വന്ന ഈ അമെൻമെൻറ്റ് ആക്ട് അത് തികച്ചും മുസ്ലിമീങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഫാഷിസ്റ്റുകൾ വല്ലാതെ കടന്നു കയറിയിട്ടുണ്ട് എന്ന്, നമ്മുടെ രാജ്യത്തെ ഫാഷിസ്റ്റുകളുടെ കറുത്ത കരങ്ങൾ വിഴുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. CDNet ന്യൂസ്, കായംകുളം.